ഹായ്, എല്ലാവർക്കും ജെ ടിപ്സിനെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ജിനിത. ഇന്ന് ഒരു ടെക്നോളജി പരമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് നടത്തുന്നത്. എൻ്റെ ഏരിയ ബ്യൂട്ടി അല്ലെങ്കിൽ കുക്കിംഗ് ആണ്. ഇത് നമ്മുടെ ബോസ് ജിനീഷിൻ്റെ ഒരു ഏരിയ ആയിരുന്നു. പക്ഷേ ഞാൻ അതിലേക്ക് ഒന്ന് കൈ കടത്തി ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാവുന്നു. ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇന്നത്തേത്. ഇത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് വളരെയധികം സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഉള്ള ഒരു ദിവസമാണ്. ഞാനൊരു ഐഫോൺ വാങ്ങി. ഓക്കെ, ഐഫോൺ ഏതാണെന്നും എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അൺബോക്സിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. നിങ്ങളെല്ലാവരും ഐഫോണൊക്കെ ഉപയോഗിച്ച് പഴകി കഴിഞ്ഞ ആൾക്കാരായിരിക്കും. പക്ഷേ ഞാനും ഹസ്ബൻഡും ഇതുവരെ ഞങ്ങൾ ഐഫോൺ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ആൻഡ്രോയിഡിൻ്റെ ആൾക്കാരാണ്, എസ്പെഷ്യലി ഹസ്ബൻഡ്. അതുപോലെ എനിക്കും, ഞാനത് ഫോൺ അധികം ഉപയോഗിക്കുന്ന ആളല്ല. ജസ്റ്റ് കോൾ അല്ലെങ്കിൽ കുറച്ച് ആപ്ലിക്കേഷൻസ് മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഏത് ഫോണാലും എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഓർത്തു എന്തുകൊണ്ടൊരു ചേഞ്ച് ആയിക്കൂടാ. ഓക്കെ, അതിന് പറയൽ വേറൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ. സ്മ്യൂൾ എന്ന് പറഞ്ഞൊരു സിംഗിങ് ആപ്പില്ലേ, അപ്പോൾ അതിന് ഞാൻ ചെറുതായിട്ട് ഒന്ന് പരിശ്രമിക്കുന്ന ആളാണ്. അപ്പോൾ അതിൽ റെക്കോർഡിങ്ങിന് നല്ല ക്ലാരിറ്റി ഈ ഐഫോൺ ഉപയോഗിച്ചാൽ കിട്ടുമെന്ന് ഞാൻ അറിഞ്ഞു. കൂടാതെ നമ്മുടെ ഈ വീഡിയോസും ഫോട്ടോസിലും ഒക്കെ ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി ഐഫോണാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. ഓർത്തെന്നാൽ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. അപ്പോൾ അതാണ് അതിൻ്റെ റീസൺ. പിന്നെന്താ, അപ്പോൾ നമുക്ക് വേറൊന്നുമില്ല, നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് കേട്ടോ, പാഴ്സൽ. അപ്പോൾ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് തുറക്കാം. ഓക്കെ, ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ വലിയ ഐഡിയ ഒന്നുമില്ല, നമുക്ക് നോക്കാം. ആഹാ, ഇതാ നമ്മുടെ താരം. ഓക്കെ, പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ ബോക്സ് ഇതാ കിട്ടി. കണ്ടോ, ഇത് ഏതാണെന്നറിയാമോ? ഐഫോൺ 11. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എഴുതിയിരിക്കുന്നത് ഐഫോൺ 11 ഇയർപോഡ്സ് വിത്ത് ലൈറ്റ്നിങ് കണക്റ്റർ, ലൈറ്റ്നിങ് ടു USB കേബിൾ ആൻഡ് USB പവർ അഡാപ്റ്റർ. പിന്നെ കുറേ സാധനങ്ങൾ, സപ്പോർട്ട്സ്, പിന്നെ LT സെല്ലുലാർ ടെക്നോളജീസ്, അങ്ങനെയാണ് അതൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മെയിൻ ഇത്രയൊക്കെ ഉള്ളൂ. ഫോണും ലൈറ്റ്നിങ് കണക്ടറും ലൈറ്റ്നിങ് ടു USB കേബിള്, പിന്നെ USB പവർ അഡാപ്റ്റർ. ഓക്കെ, അതിത്. പിന്നെ ഇതെന്താണെന്നറിയാമോ? ഞാൻ ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഞാൻ എക്സ്ട്രാ ഒന്ന് വാങ്ങിച്ചു. അതാണ് ഇതിൻ്റെ ഗ്ലാസ് പ്രൊട്ടക്ടറാണ് കേട്ടോ, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് പിന്നെ നമ്മുടെ സിമ്മ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ബോക്സ് നമുക്ക് തുറക്കാം. അപ്പോൾ നമുക്ക് തുറക്കാം. ഇതാണ് നമ്മുടെ സാധനം കേട്ടോ. ഉണ്ടാവും ബ്ലാക്ക് കളർ. വേറെ കളറൊക്കെ അവൈലബിൾ ആയിരുന്നു, പക്ഷേ ബ്ലാക്ക് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം. മാനുവല്, ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ. ഓക്കെ, ഇതിങ്ങനെ തുറക്കുന്നത് അത് ഓക്കെ, ഇങ്ങനെ ഹലോ. ഇത് പല ലാംഗ്വേജിലായിരിക്കും അത്ര അല്ലേ. വെൽക്കം ടു ഐഫോൺ. കുറേ ഇൻഫർമേഷൻ ലീഫ്ലെറ്റ്സ് ആണ്. സ്റ്റിക്കറാണെന്ന് തോന്നുന്നല്ലേ ഇത്? സ്റ്റിക്കറാണോ? അതെ, സ്റ്റിക്കറാണ്. ഇത് ഐഫോൺ സ്റ്റിക്കറാണ് കേട്ടോ. ഓക്കെ, പിന്നെന്താ, ഇതെന്തുവാ? ഇത് ഈ
അതെ കേട്ടല്ലോ, നമ്മുടെ ബോസിൻ്റെ ശബ്ദമാണ് നിങ്ങൾ പുറകിൽ കേൾക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, പക്ഷെ ഞാൻ ഓർത്ത് ഒരു ചേഞ്ചിന് വേണ്ടി ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഒരു സ്ട്രേഞ്ച് ശബ്ദം കൂടെ കേൾക്കുന്നതായിരിക്കും. ഓക്കെ, സ്ട്രേഞ്ച് ഇല്ല കേട്ടോ, നിങ്ങൾക്ക് പരിചിതമായ ശബ്ദം. ഓക്കെ, ഇത് നമ്മുടെ ഇയർഫോൺ. ആഹാ, ഇതാണ് എൻ്റെ ഫേവറേറ്റ് ബിറ്റ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത്. നമ്മുടെ പാട്ടിൻ്റെ റെക്കോർഡിങ്ങിനുള്ള സാധനം. സൂപ്പർ സാധനം കേട്ടോ. ഓക്കെ, കണ്ടല്ലോ. പിന്നെ നമ്മുടെ ലൈറ്റ്നിങ് കേബിൾ. ചാർജർ. ഓക്കെ, അതത്. പിന്നെ എന്തെങ്കിലും അടിയിലുണ്ടോ നോക്കട്ടെ. അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ മെയിൻ സാധനങ്ങൾ 1 2 3 എടുത്തിരിക്കട്ടെ. പിന്നെ നമ്മുടെ മാനുവൽസ്. ഇതെന്തുവായിരുന്നു? അത് തന്നെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ ആ സാധനം. ഓക്കെ, പിന്നെ നമ്മുടെ സ്റ്റിക്കർ, നമ്മുടെ ഫോണ്. ഇത് ഓൺ ചെയ്യട്ടെ. എന്തൊരു രസം. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് ഓൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ ആപ്പിളാണ്ട് തെളിഞ്ഞു വന്നു. ഞാൻ പ്രതീക്ഷിച്ച അത്രയും വലിപ്പം ഇല്ല കേട്ടോ. ഞാൻ ഇതിലും ഇത്തിരി കൂടെ വലിപ്പമുള്ളതാണ് പ്രതീക്ഷിച്ചത്. അത്രയും ചാർജ് ഉണ്ട് കേട്ടോ. ഹോളോ, ഓ ഹലോ, ഹോളാന്ന് പറയാൻ ഹലോ ആയിരുന്നു. സ്വൈപ്പ് അപ്പ് ടു ഓപ്പൺ. ഓക്കെ, ഇംഗ്ലീഷ്. ഓക്കെ, ഞാനെന്നാൽ കുറച്ച് സെറ്റിങ്സ് ഒക്കെ ചെയ്തിട്ട് വരാം കേട്ടോ. എന്നിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ബോക്സ് നമ്മുടെ പ്രൊട്ടക്റ്റർ, സ്ക്രീൻ പ്രൊട്ടക്റ്റർ ഗ്ലാസ് ആണ് കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. ഇതാണ് സാധനം. അപ്പോൾ അതിൻ്റെ മാനുവലാണ് കേട്ടോ, ഇൻസ്ട്രക്ഷൻസ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അത് കുറച്ച് സമയം എടുക്കുമല്ലോ, അപ്പോൾ നമുക്കത് പതുക്കെ ചെയ്യാം. ഇത്രയാണ് ഇതിനകത്തുള്ള കണ്ടൻസ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഡസ്റ്റ് റിമൂവൽ സ്റ്റിക്കർ, പിന്നെ വൈപ്പ്, ഒരു വൈപ്പുണ്ട്. യൂസ് വെറ്റ് വൈപ്പ് ടു ക്ലീൻ യുവർ ഡിവൈസസ് സ്ക്രീൻ. ഭയങ്കര സെറ്റപ്പാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കണ്ടൻസ്. പിന്നെ വേറെ 2 പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടോ സിമ്മാണ് കേട്ടോ, സിം കാർഡ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ കണ്ടൻസ്. ഓക്കെ, നമ്മുടെ ഫോണും പ്രൊട്ടക്ടറും 2 സിം കാർഡും അത്രയേ ഉള്ളൂ ഈ ബോക്സിനകത്ത്. ഓക്കെ, അപ്പോൾ ഞാനിത് ഫോണിനകത്ത് കുറച്ച് മാനുവലി സെറ്റപ്പ് ചെയ്തിട്ട് നിങ്ങൾ കാണിക്കാം. അടുത്തതായി നമുക്ക് ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് വരുന്ന ഡിസ്പ്ലേ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേയെ കുറിച്ച് പറയാം. ഇതിന് 6.1 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 828x1792 പിക്സൽസിൻ്റെ റെസൊല്യൂഷനാണ് വരുന്നത്. അതുപോലെ തന്നെ പിന്നെ പിക്സൽ ഡെൻസിറ്റി വരുന്നത് 326 ppi ആണ്, പിക്സൽ പെർ ഇഞ്ചസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഹാർഡ്വെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആപ്പിളിൻ്റെ തന്നെ പ്രോസസ്സറാണ്, ആപ്പിൾ A13 ബയോണിക് പ്രോസസ്സറാണ് ഇതിൻ്റെ അകത്തുള്ളത്. അടുത്തതായി നമുക്ക് ഈ ഫോണിൻ്റെ റാം നോക്കാം. 4 GB റാം ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. കൂടാതെ ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്നത് 3 വേരിയൻറ്റിലാണ്.
അത് 64 GB 128 GB അതുപോലെ തന്നെ 256 GB അങ്ങനെ 3 വേരിയൻറ്റിലാണ് ഇതിൻ്റെ അകത്ത് ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്നത്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം iOS 13 വരുന്നുണ്ട്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള iOS അപ്ഡേഷനാണ് വരുന്നത്. അതുപോലെ തന്നെ റെയർ ക്യാമറ വരുന്നത് 12 MB വൈഡ് ആംഗിളും അതുപോലെ തന്നെ 12 MB തന്നെ അൾട്രാ വൈഡ് ആംഗിളുമാണ്. കൂടാതെ 12 MB ഒരു ഫ്രണ്ട് ഫേസിങ് ക്യാമറ വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നോക്കുവാണെങ്കിൽ നോൺ റിമൂവബിൾ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ലൈ അയൻ്റെ 3110 mAh ബാറ്ററിയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പം കുഴപ്പമില്ലാതുള്ള ഒരു ഡ്യൂറേഷൻ നമുക്ക് ലഭിക്കും ഇതിൻ്റെ അകത്തുനിന്ന്. അടുത്തത് ക്യാമറ. ഐഫോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറയാണ്. ഇതിൻ്റെ അകത്ത് 3 12 MB ക്യാമറാസാണുള്ളത്. സെൽഫിയും അതുപോലെ തന്നെ റെയറിൽ 2 ക്യാമറാസും. ഇത് 3ഉം നല്ല ക്ലീൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ റിവ്യൂ എല്ലാം അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, അതൊക്കെയാണ് ഇതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ വരുന്നത്. ഇതിൻ്റെ ബോഡി ആണെങ്കിലും നല്ല സോളിഡായിട്ട് തോന്നുന്നുണ്ട്. ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെ ബോഡിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രീമിയം ഫോണാണെങ്കിൽ പോലും ഇതിന് ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. എൻ്റെ പ്രധാനമായിട്ട് വരുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ജസ്റ്റ് ഒരു LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതും റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 828x1792, അതായത് നമ്മുടെ ഇപ്പം വരുന്ന ഫോണുകളിൽ എന്തൊക്കെ പറഞ്ഞാൽ സൂപ്പർ അമലോയിഡ് ഒക്കെയാണ് വരുന്നത്. ബ്രൈറ്റ്നെസ്സും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഒരു കളർ കോൺട്രാസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ പല ഫോണുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഐഫോൺ ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇതായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷേ മറ്റുള്ള ഫോണുകളിൽ പ്രത്യേകിച്ച് സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് ഫോണുകളിലൊക്കെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണ്. പക്ഷേ ഇതെനിക്ക് അത്ര അങ്ങോട്ട് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ബാറ്ററി അതുപോലെ തന്നെ ചാർജർ എന്ന് പറഞ്ഞാൽ 5 വോൾട്ടിൻ്റെ ചാർജറാണ് വന്നിരിക്കുന്നത്. അത് ഒട്ടും ആപ്റ്റല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും വില കൊടുക്കുന്നില്ല, 75,000 രൂപയ്ക്ക് മേളിലാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പം ആ ഒരു എനിക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നുണ്ട് അറ്റ്ലീസ്റ്റ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ നോക്കിയപ്പോൾ 18 വോൾട്ടിൻ്റെ ചാർജറാണ് ഇതിൻ്റെ കൂടെ വരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അത്ര ഒരു ചാർജർ വന്നിട്ടില്ല ഇതിൻ്റെ കൂടെ. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള കുറച്ച് ചെറിയ ന്യൂനതകൾ. എങ്കിൽ പോലും ഇതൊരു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പ്രോസസ്സറൊക്കെ വളരെയധികം ഫാസ്റ്റ് തന്നെയാണ്. നല്ല സോളിഡായിട്ടുള്ളൊരു ഫീല് ലഭിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് നല്ലൊരു ക്വാളിറ്റി ഫോൺ തന്നെയാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ തൽക്കാലം ഇത് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം. ഓക്കെ, ബൈ.